കുലംകുത്തിക്കടലിന് മേലെ പരനാറി കപ്പൽ വരുന്നേ. കുലംകുത്തിക്കടലിന് മേലെ പരനാറി കപ്പൽ വരുന്നേ. ലിപ്സ്റ്റിക്കിൻ ചുണ്ടിൽ നിന്നും ഒരു ഗാനം വീശിയടിച്ചേ. ഈ കപ്പലുലയില്ല സാറേ. തെയ്യം താര തെയ് 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 തെയ്. എന്തൊരു മാമാ ചുമ്മാ ഇത് എന്തൊരു പാട്ടടാ? ഇതാണ് പ്രഭാതഗീതം. സുബ്ബലക്ഷ്മിയുടെ പ്രഭാത ഗാനമൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് എപ്പോഴത്തെ പാട്ട്? ഇത് AKG കാവിലെ പ്രഭാതഗാനം. ഓ, AKG കാവിലെ പ്രഭാത ഗാനോ? കൊള്ളാമല്ലേ, നന്നായിരിക്കണേ. കൊള്ളാല്ലേ? പിന്നെ അതൊക്കെ പോട്ടെ. ഇതിലോമാ ഇന്നലെ എവിടെ പെരുന്നടാ? ആശുപത്രി പോയിരുന്നു, മെഡിക്കൽ കോളേജിൽ. അയ്യോ, മെഡിക്കൽ കോളേജ് പയ്യ എന്തായിരുന്നേ? എൻ്റെ അമ്മയ്ക്ക് നടുവേനല്ലേ, ഓ അമ്മയെ കൊണ്ട് കാണിക്കാൻ പോയതോ അമ്മ. ഓ, അവൾക്ക് നടുവേനെന്ന് എൻ്റെ അടുത്തും പറഞ്ഞ കാണിച്ചു അമ്മ. ആ അവിടെ ചെന്നപ്പോഴേ കൗണ്ടർ നമ്പർ 1, കൗണ്ടർ നമ്പർ 2, കൗണ്ടർ നമ്പർ 3 എന്നൊക്കെയല്ലേ എഴുതിക്കണത്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഇപ്പം അങ്ങനെയല്ല. പിന്നെ കൗണ്ടർ നമ്പർ 1 കുലംകുത്തി, കൗണ്ടർ നമ്പർ 2 പരനാറി, അങ്ങനെയാണ് എഴുതി വെച്ചേക്കണത്. നിങ്ങളുടെ ജീവിയില്ലേ? അത് മൂന്നാമത്തത്. അതുണ്ട്. ഓ എന്നിട്ട് OP ടിക്കറ്റ് എടുത്താ? OP ടിക്കറ്റ് തന്നു. ഞാൻ OP ടിക്കറ്റ് വാങ്ങിച്ചു. ഉടനെ പറയല്ലോ ഒരു പ്രാർത്ഥനാ ഗാനം പാടണമെന്നോമ്മ. പ്രാർത്ഥന. അതെന്തല്ലേ പ്രാർത്ഥന? നമ്മൾ സ്കൂളിലൊക്കെ പാടൂലേ, പ്രതിജ്ഞ പാടണമെന്ന്. എന്തിനാണ് പാട്ട്? അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പൽ ഉലയില്ല സാറേ, ഇതിനൊരു കപ്പിത്താനുണ്ട്. അത് എത്ര പ്രാവശ്യം പറയണം? 10 പ്രാവശ്യം പറയണമെന്നോമ്മ. അപ്പൊ പുതിയ രീതിയൊക്കെ ആയിപ്പോയി അല്ലേ? ഭയങ്കര സജ്ജീകരണങ്ങളില്ലേ? എന്നിട്ട് ഡോക്ടറെ കണ്ട? ഈ OP ടിക്കറ്റ് കൂടി ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. സാറിൻ്റെ പോയപ്പോൾ ഡോക്ടർ ഇരിക്കണ ഇരിപ്പ് കണ്ടാ? അയ്യോ, അങ്ങനൊക്കെ പല്ല് വേന ആയിരിക്കും. പല്ല് വേനൊന്നുമല്ല, പിന്നെന്തരേ അങ്ങനെ രോഗിക്കാത്തിരിക്കണത്. ഞാൻ പറയും സാറേ, എൻ്റെ അമ്മയ്ക്ക് നടുവേന. നിങ്ങളെ അമ്മയ്ക്ക് നടുവേന. എൻ്റെ നടുവേന വന്നിട്ട് ഇത്ര വർഷമായെന്നറിയാം, എടുക്കാൻ വയ്യാന്ന്. അയ്യോ, അവിടെ ചികിത്സാ സൗകര്യമൊന്നും ഇല്ലേ? അപ്പോൾ നിങ്ങൾ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇരുന്ന് പരിശോധിച്ചേ. ഒരു 10-18 മരുന്നുകളെല്ലാം കൂടെ എഴുതി തന്നു. അപ്പം ഞാൻ നമ്മുടെ ശശിയുടെ മെഡിക്കൽ സ്റ്റോറില്ലേ? അവിടെ പോയി വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോയി വാങ്ങിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു സാറേ, നമുക്ക് പരിചയമുള്ള ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, അവിടെ വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞു. പറ്റൂല, അവരൊരു മെഡിക്കൽ സ്റ്റോർ പറഞ്ഞു തന്നു. അവര് പറഞ്ഞു തന്നു? ഓ, അതിൽ നിന്ന് വാങ്ങിക്കാവൂ? അവിടെ നിന്ന് വാങ്ങിക്കോളാം. എന്തോ അങ്ങനെ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും നല്ല ക്വാളിറ്റിയുള്ള മരുന്നുള്ളത്. പാവം മാമ, അതുകൊണ്ടായിരിക്കും അല്ലേ അങ്ങനെ പറഞ്ഞു. സംശയം തരാം. എന്നിട്ട് ഞാൻ ചെന്ന് മരുന്ന് വാങ്ങിച്ചോണ്ടിരുന്നു. ഒരു 10-15 ഐറ്റം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇതെങ്ങനെയൊക്കെ കഴിക്കണം. ഒന്നാമത്തെ രാവിലെ 1, വൈകുന്നേരം 1 ആഹാരത്തിന് ശേഷം. രണ്ടാമത്തത് രാവിലെ 1, വൈകുന്നേരം 1. അപ്പം ഞാൻ പറഞ്ഞു ബാക്കി സാറ് ആ 10-16 ഐറ്റം വാങ്ങിച്ചിട്ട് ഞാൻ സിസ്റ്ററെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതിന് സിസ്റ്ററെ കൊണ്ടു കൊടുക്കണത് അതെന്താണെന്നറിയാം? ഇല്ല. നിനക്ക് ആപ്പാടെ 2 ഗുളികയിലേ തന്നുള്ളൂ, 2 ഐറ്റം. ബാക്കി 16 ഐറ്റവും അതേപോലെ ആ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്തിട്ട് ഇവര് പൈസ ഇങ്ങ് വാങ്ങിച്ചിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ വീതിച്ച് അങ്ങെടുക്കും. അതിനു വേണ്ടി അങ്ങനെ ചെയ്തത്? എടാ, എന്തെല്ലാം കളികൾ അതിനകത്ത് നടക്കണേ. വല്ലാത്തൊരു കഷ്ടം തന്നെ ആമാ. എന്നിട്ട് എന്തരായി? ഇതൊന്നും അല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ കുറേ ആൾക്കാർ, മറ്റേ മൂത്ര തടസ്സമുള്ള ആൾക്കാരെ ഇങ്ങനെ നിരന്ന് നിൽക്കണേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയൊരു സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട്. നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് കളിച്ചു. ഇതുപോലെ കളിക്കാൻ രോഗികളെടുത്ത് പറഞ്ഞു. രോഗികളും അങ്ങ് കളിയോമാ. അതെന്തൊരു കളിയാടാ? അതിൻ്റെ പേരുണ്ട് സൂംബ ഡാൻസ്. അപ്പം മൂത്ര തടസ്സമുള്ളവർക്ക് സൂംബ ഡാൻസ് കളിക്കാൻ മതിയാ? അങ്ങനെ കളിച്ചത് പിന്നെ അവിടെ കംപ്ലീറ്റ് കുളമായി പോയി മാമ. അതെന്താ കുളമായെന്ന് പറഞ്ഞാ? മാമ, ഇവരെല്ലാം മൂത്രം ഒഴിച്ചത് മൂത്രം അങ്ങ് പോയെന്ന്. അയ്യോ, അപ്പോൾ സൂംബ ഡാൻസ് കളിക്കാൻ മതി മൂത്രം പോവും? പിന്നല്ലാതെ. ഇതൊന്നും അല്ല വിശേഷം. പിന്നെന്താ വിശേഷം? ഈ മെഡിക്കൽ കോളേജ് പറഞ്ഞവർക്ക് ആംബുലൻസ് ഫ്രീ. വീട്ടിൽ പോകാനായിരിക്കും. അങ്ങോട്ട് പിന്നെ ശാന്തി കവാടത്തിൽ പോവാൻ. മെഡിക്കൽ കോളേജിൽ വരുന്നവർക്ക് ശാന്തി കവാടത്തിൽ പോകാൻ ഫ്രീ സർവീസാ? ഓ, അപ്പൊ കേരളം നമ്പർ 1 തന്നെ. ചുമ്മാ അല്ല. പറയാതിരിക്കാൻ പറ്റുമോ അമ്മ? ഇത് മാത്രമല്ലടാ. എന്തിനാ അമ്മ? മെഡിക്കൽ കോളേജിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തൊരു? 2 തള്ള വിരലും കെട്ടി വയ്ക്കാനുള്ള ചരടും മൂക്കി വയ്ക്കാനുള്ള പഞ്ഞിയും അവർ കൃത്യമായിട്ട് കയ്യിൽ കരുതിയിരിക്കണം. തന്നെ? വാ